ഇത് ഉത്തരേന്ത്യയിലെ നിർമ്മാണത്തിലിരിക്കുന്ന സിൽക്യാര ടണാണ്. 100-ലധികം തൊഴിലാളികൾ അവരുടെ ഡ്യൂട്ടി തീർത്ത് ടണലിൽ നിന്ന് പുറത്തുപോകുകയായിരുന്നു. പക്ഷേ 41 തൊഴിലാളികൾ ഇനിയും അകത്തു ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് ഒരു വലിയ ഘോരധ്വനി കേട്ടു. ഒരു നിമിഷത്തിനകം ടണൽ കട്ടിയുള്ള പൊടിമേഘം നിറഞ്ഞു, ഇരുട്ടായി. ഇത് മലയുടെ മുകളിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ താഴെയും ടണൽ പ്രവേശനത്തിൽ നിന്ന് ഏകദേശം 700 അടി അകത്തും സംഭവിച്ചു. ആ 41 തൊഴിലാളികളും ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു. അവരുടെ ഏക രക്ഷപ്പെടാനുള്ള വഴി ഭീമൻ മണ്ണിടിച്ചിൽ തടഞ്ഞു. ഇന്ന് വണ്ടർ ഫാക്ട്സിന്റെ എപ്പിസോഡിൽ നാം സിൽക്യാര ടണൽ രക്ഷാപ്രവർത്തനത്തിൽ പ്രവേശിക്കുന്നു. നിങ്ങൾ രക്ഷാപ്രവർത്തക സംഘം നേരിട്ട ബുദ്ധിമുട്ടുകളും കുടുങ്ങിക്കിടന്ന തൊഴിലാളികൾ 17 നീണ്ട ദിവസങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നും നിങ്ങൾ കണ്ടെത്തും. ഈ തുരങ്കം ഇന്ത്യയുടെ വടക്കൻ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ സിൽക്യാര, യാര, ഡണ്ടൽഗാവ് എന്നിവയെ ബന്ധിപ്പിക്കാൻ നിർമ്മിക്കപ്പെടുകയായിരുന്നു. നിങ്ങൾ ഭൂപ്രദേശം പരിശോധിച്ചാൽ സിൽക്യാരയിലെ സമീപ ഗ്രാമങ്ങളെ ഡണ്ടൽഗാവ്, ബാർകോട്ട്, യമുനാനദി എന്നിവയിൽ നിന്ന് വേർതിരിക്കുന്ന വലിയ ഒരു മല കാണാം. 36 കിലോമീറ്റർ ദൂരം കവചാൻ ഒരു റോഡ് നിർമ്മിച്ചു. ഇനിയും ആ ദൂരം യാത്ര ചെയ്യാൻ 2 മണിക്കൂറിൽ കൂടുതൽ സമയം എടുക്കും. വാഹനങ്ങൾ ആദ്യം സിൽക്യാരയിൽ നിന്ന് റെഡ്ഡി ടോപ്പിലേക്ക് പോകുന്നു, ശേഷം പർവ്വതത്തിന്റെ മറുവശത്തേക്ക് യാത്ര തുടങ്ങുന്നു. യഥാർത്ഥ പ്രശ്നം ശീതകാലത്ത് തുടങ്ങുന്നു. മണ്ണിടിച്ചിലും മഞ്ഞുവീഴും പലപ്പോഴും ഈ വഴി അടയ്ക്കും. ഇത് 2 താഴ്വരകളെയും പരസ്പരം പൂർണ്ണമായും വേർതിരിക്കുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ ഇവിടെ ഹൈസ്പീഡ് റോഡ് നിർമ്മിക്കാൻ പദ്ധതിയിട്ടു. അതുകൊണ്ട് റാഡി ടോപ്പിന് കീഴിലുള്ള മലയിൽ കൂടി നേരിട്ട് ഒരു തുരങ്കം നിർമ്മിക്കാൻ തുടങ്ങി. ടണൽ സിൽക്യാരയെ ബാർകോട്ടുമായി ബന്ധിപ്പിക്കും. അതിനാലാണ് അതിന് സിൽക്യാര ടണൽ എന്ന് പേര് നൽകിയിരിക്കുന്നത്. ആദ്യത്തെ 36 കിലോമീറ്റർ അപകടകരമായ റോഡ് ഇപ്പോൾ വെറും 4.5 കിലോമീറ്ററായി കുറയ്ക്കും. അതിനാൽ 2 മണിക്കൂറിന് പകരം യാത്രയ്ക്ക് ഇനി വെറും 10 മിനിറ്റ് മാത്രമേ വേണ്ടൂ. അതെ, ഇത് വർഷത്തിലെ ഓരോ മാസവും തുറന്നു പ്രവർത്തിക്കും. 2019 നിർമ്മാണ പ്രവർത്തനം ഔദ്യോഗികമായി ആരംഭിച്ചു. പക്ഷേ റോഡ് വളരെ മോശമായതിനാൽ ടണൽ ബോറിംഗ് മെഷീൻ കൊണ്ടുവരാൻ സാധിച്ചില്ല. അതിനാൽ അവർ ടണൽ ഖനിക്കാൻ ഡ്രിൽ ആൻഡ് ബ്ലാസ്റ്റ് രീതി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഈ രീതിയിൽ പർവ്വതത്തിൽ തുളകൾ ഉണ്ടാക്കി തുടർന്ന് നിയന്ത്രിത സ്ഫോടനങ്ങൾക്ക് ഡൈനാമൈറ്റ് നിറയ്ക്കുന്നു. സ്ഫോടനം പർവ്വതത്തെ മൃദുവാക്കുന്നു. ഇത് ഖനനം വളരെ എളുപ്പമാക്കുന്നു. എങ്കിലും അതിന്റെ ആനുകൂല്യങ്ങൾ ഉള്ളതിനാൽ ഈ രീതിക്ക് ഗുരുതരമായ അപകടങ്ങൾ ഉണ്ട്. വിസ്ഫോടനം കൃത്യമായി നിയന്ത്രണത്തിന് പുറപ്പെട്ടാൽ പർവ്വതത്തിന്റെ മുഴുവൻ ഘടനയും അപകടത്തിലാവാം. അതായത് ടണൽ എപ്പോഴും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അതേ സിൽക്യാര ടണൽ ദുരന്തത്തിൽ സംഭവിച്ചത് നവംബർ 12, 2023 ദീപാവലി ദിനത്തിൽ 41 തൊഴിലാളികൾ ടണലിൽ അവരുടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. മറ്റൊരു ദിവസത്തെ പോലെ അവർ ജോലി ചെയ്യാൻ എത്തിയിരുന്നു. എന്നാൽ ആരും ആ ദിവസം വീട്ടിലേക്ക് പോകാതെ പോകുമെന്ന് അറിഞ്ഞിരുന്നില്ല. രാവിലെ 4:05 മലയുടെ ദുർബല ഭാഗത്തെ ഒരു അപ്രതീക്ഷിത മണ്ണിടിച്ചിൽ സംഭവിച്ചു. ടണലിന്റെ ഏകദേശം 60 മീറ്റർ ഭാഗം ഒരു നിമിഷത്തിനുള്ളിൽ ചുരണ്ടിപ്പോയി. സിൽക്യാര നിർമ്മാണ സ്ഥലത്തിൽ നിന്ന് വെറും 210 മീറ്റർ അകലെ ഇടിഞ്ഞുപോയി. അതാണ് അർത്ഥം. ആ 210 മീറ്റർ മേഖലയിലുള്ള തൊഴിലാളികൾ ഇപ്പോൾ പൂർണ്ണമായും കുടുങ്ങിക്കിടക്കുന്നു. ടണലിന് പുറത്തേക്ക് ജനക്കൂട്ടത്തിൽ വേഗത്തിൽ ഭയം പടർന്നു. എല്ലാവർക്കും മുഴുവൻ തുരങ്കവും ഇടിഞ്ഞു വീണു. അകത്തുള്ള എല്ലാ തൊഴിലാളികളും അടിഞ്ഞുപോയി എന്ന് തോന്നി. വിളികളും ഭീതിയും മുഴുവൻ പ്രദേശത്തും മുഴങ്ങി. ദീപാവലി ആഘോഷമാക്കാനായിരുന്നു ഇപ്പോൾ ദുഃഖത്തിന്റെ ദിവസമായി തോന്നി. ഉടൻ തന്നെ ഭരണകൂടം ഇടപെട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അകത്ത് കുടുങ്ങിയ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതായിരുന്നു അവരുടെ ആദ്യ മുൻഗണന. മുഴുവൻ തുരങ്കവും ഇടിഞ്ഞു വീണോ അല്ലെങ്കിൽ ഒരു ഭാഗമോ എന്ന് കണ്ടെത്തുന്നതും അത്യാവശ്യമായിരുന്നു. ഭരണകൂടം ഉപകരണങ്ങൾ കൊണ്ടുവന്ന് ഖനനം തുടങ്ങുന്നതിൽ സമയം പാഴാക്കാതിരുന്നു. ഡ്രില്ലിംഗ് പൈപ്പ് വെറും 60 മീറ്റർ മാത്രമേ എത്തിയിരുന്നുള്ളൂ. അപ്പോൾ ഡ്രിൽ മെഷീനിലെ സമ്മർദ്ദം പെട്ടെന്ന് കുറഞ്ഞു. അത് യഥാർത്ഥത്തിൽ ഒരു നല്ല അടയാളമായിരുന്നു. കാരണം കുറഞ്ഞ സമ്മർദ്ദം ഭൂചലനം 60 മീറ്ററിലേക്ക് പരിമിതപ്പെടുത്തുന്നതാണ്. മറ്റും അതിനു പുറത്തെ ടണൽ തുറന്നതായി തോന്നി. അതുകൊണ്ട് രക്ഷാപ്രവർത്തക സംഘത്തിന് കുറച്ച് പ്രതീക്ഷ ലഭിച്ചെങ്കിലും അവർക്കും ടണലിന്റെ ശേഷിക്കുന്ന ഭാഗത്തെയും കുടുങ്ങിയ തൊഴിലാളികളെയും കുറിച്ച് അനിശ്ചിതമുണ്ടായിരുന്നു. അകത്ത് 2 അല്ലെങ്കിൽ 3 വ്യത്യസ്തമായ ഭൂചലനങ്ങൾ ഉണ്ടാകുമോ എന്ന് അവർ ഭയപ്പെട്ടു. ഇപ്പോഴുവരെ അവർ കണ്ടെത്തിയത് 60 മീറ്റർ പരിധിയിലുള്ള ആദ്യത്തേതായിരിക്കും. അടുത്ത ദിവസം നവംബർ 13 ഒരു കട്ടിയുള്ള പൈപ്പ് തുറന്നെടുക്കാൻ തീരുമാനിച്ചു. ഉദ്ദേശ്യം കുടുങ്ങിയിരിക്കുന്നവർക്ക് ശുദ്ധമായ ഓക്സിജൻ എത്തിക്കുക എന്നതായിരുന്നു. പൈപ്പ് വെറും 6 ഇഞ്ച് വീതിയുള്ളതായിരുന്നുവെങ്കിലും അതിനെ തുറന്നെടുക്കുന്നത് അത്യന്തം അപകടകരമായിരുന്നു. കാരണം തുറന്നെടുക്കുമ്പോൾ ഉണ്ടാകുന്ന കമ്പനങ്ങൾ മറ്റൊരു ഭൂചലനം ഉണ്ടാക്കാം. ഭാഗ്യവശാൽ 60 മീറ്റർ പൈപ്പ് അകത്തേക്ക് എത്തി.
കേടുപാടുകൾ ഒന്നും വരുത്തിയില്ല. ചുരുങ്ങിയ നിമിഷങ്ങൾക്കകം കുടുങ്ങിയ തൊഴിലാളികൾ ജീവിച്ചിരിക്കുന്നതും സുഖകരമാണെന്നും സൂചിപ്പിക്കാൻ ശബ്ദം ചെയ്തു. ഉദ്ധാരകരുടെയും തൊഴിലാളികളുടെ കുടുംബത്തിനും ഇത് ശുദ്ധ ആശ്വാസത്തിന്റെ നിമിഷമായിരുന്നു. അകത്ത് എല്ലാ 41 തൊഴിലാളികളും സുരക്ഷിതരാണെന്ന് കണ്ടെത്തി. അതുവരെ അവർ നിലത്തിലെ കീഴിൽ 24 മണിക്കൂറിനേക്കാൾ കൂടുതൽ കുടുങ്ങി. ഭക്ഷണം ആദ്യം കുടുങ്ങിയ തൊഴിലാളികൾക്ക് എത്തിക്കാൻ പൈപ്പിലൂടെ താഴേക്ക് അയച്ചു. എന്നാൽ പ്രതീക്ഷാജനകമായ നിമിഷം വേഗത്തിൽ ആശങ്കയാക്കി മാറി. അപ്പോഴാണ് എല്ലാവരും അവശിഷ്ടങ്ങൾ നീക്കുകയോ വലിയ മതിയായ പുറത്തുവരാനുള്ള വഴിയെ കുഴിയുകയോ ചെയ്യുന്നത് അതിവേഗം സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയത്. മുമ്പ് കുഴിച്ചെടുത്തതുമൂലം 60 മീറ്റർ വരെ വ്യാപിച്ച മണ്ണിടിച്ചിൽ ഇപ്പോൾ മന്ദഗതിയിൽ വ്യാപിക്കുന്നു. പ്രതിയിടത്തിലും ചെറിയ കമ്പനത്തോടെ മൃദുവായ അവശിഷ്ടങ്ങൾ സ്ഥിതിവിശേഷത്തിൽ നിന്ന് മാറി തുടങ്ങി. അപ്പോൾ കൂടുതൽ കല്ലുകൾ മലയുടെ ആഴത്തിലുള്ള ഭാഗത്ത് നിന്ന് വീഴാൻ തുടങ്ങി. 14 നവംബർ 2023 വരെ തുരങ്കം ഇടിഞ്ഞതിനു ശേഷം 2 പൂർണ്ണ ദിവസങ്ങൾ ആയിരുന്നു. മാപ്പിംഗ് ടീം 800 മില്ലിമീറ്റർ പൈപ്പ് തുഴയാൻ തീരുമാനിച്ചു. ഇത് ഏകദേശം 2.5 അടി വീതിയുള്ളതാണ്. അതിൻവഴി നടക്കാൻ മതിയാകില്ല, പക്ഷേ തൊഴിലാളികൾ കഴുകി പുറത്തേക്ക് പോകാമായിരുന്നു. ഭയപ്പെടുന്ന പോലെ തുഴക്കുമ്പോൾ വീണ്ടും ദുരന്തം സംഭവിച്ചു. 2.5 അടി പൈപ്പ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു മണ്ണിടിച്ചിൽ തുടങ്ങി. കുലിച്ചപ്പോൾ 2 തൊഴിലാളികൾ പരിക്കേറ്റു. ഇപ്പോൾ ഖനനം തുടരുന്നത് വളരെ അപകടകാരിയായി തീർന്നു. ഖനനം ഇപ്പോൾ 41 ജീവനുകളുമായി കളിക്കുന്നതുപോലെ തോന്നി. അതുകൊണ്ട് എല്ലാ തുഴക്കവും നിർത്താനുള്ള തീരുമാനം എടുത്തു. ഇതുവരെയുള്ള സമയത്ത് അവർ ഭക്ഷണവും മരുന്നും അയക്കാൻ ഓക്സിജൻ പൈപ്പ് ഉപയോഗിച്ചു. നവംബർ 15, 16 ദിവസങ്ങൾ വിജയമില്ലാതെ കടന്നു. കൂടുതൽ ഭൂചലനങ്ങൾ ഒഴിവാക്കാൻ തിരഞ്ഞെടുത്ത പുതിയ തുരന്നെടുക്കൽ സ്ഥലം യന്ത്രം തകരാറിലായപ്പോൾ മറ്റൊരു തടസ്സം നേരിട്ടു. 4-ാം ദിവസം നവംബർ 16-ന് ഒരു വലിയ ഡ്രിൽ കൊണ്ടുവരാൻ പുതിയ പദ്ധതി തയ്യാറാക്കി. എന്നാൽ മലപ്രദേശമായതിനാൽ അത് സ്ഥലത്ത് സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് യന്ത്രം ഭാഗങ്ങളാക്കി സിൽക്ക് യാരയിലേക്ക് കൊണ്ടുപോയി അവിടെ ഘടിപ്പിച്ചു. നവംബർ 17-നായി 4-6 മീറ്റർ നീളമുള്ള പൈപ്പുകൾ അവശിഷ്ടങ്ങളിൽ കൂടി തുറന്നെടുത്തു. അതായത് ഇതുവരെ 24 മീറ്റർ പൈപ്പ് മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ 5-ാമത്തേത് ഇടാൻ അവർ ശ്രമിച്ചപ്പോൾ അവശിഷ്ടങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഇടിമുഴക്കമുള്ള ശബ്ദം വന്നു. പെട്ടെന്ന് എല്ലാം മുഴുവനും മിണ്ടാതെയായി. തകർച്ചയുടെ ഭീഷണി ഇതിനകം തന്നെ നിഴലുപോലെ തങ്ങി നിന്നതിനാൽ എല്ലാവരും ഏറ്റവും മോശം കാര്യത്തെ ഭയപ്പെട്ടു. അവർ മങ്ങിയത് വീണ്ടും മാറിയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ നീക്കവും അത്യന്തം ജാഗ്രതയോടെ നടത്തേണ്ടി വന്നു. ഒരു തെറ്റായ നീക്കം 41 തൊഴിലാളികളുടെ ജീവികളെ അവസാനിപ്പിക്കുമായിരുന്നു. അതിനാൽ രക്ഷാപ്രവൃത്തി വീണ്ടും നിർത്തണം എന്ന് തീരുമാനിച്ചു. ഈ സമയത്ത് രക്ഷാപ്രവൃത്തി സംഘം തുളച്ചൽ തുടരാൻ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന എല്ലാ രീതികളും പരീക്ഷിച്ചു. എന്നാൽ അവർ തുളച്ചതെല്ലാം മൃദുവായ അവശിഷ്ടങ്ങൾ വീണ്ടും ഇടിഞ്ഞ് കുഴി മുഴുവനായും തടഞ്ഞു. നവംബർ 21 തൊഴിലാളികൾക്ക് അകത്തേക്ക് കുടുങ്ങിയതിനു മുമ്പേ തന്നെ 9 ദിവസം കഴിഞ്ഞിരുന്നു. ഓരോ മണിക്കൂറും അവർ നേരിടുന്ന സ്ഥിതി മാത്രം മോശമാകുകയായിരുന്നു. അവരുടെ കുടുംബങ്ങൾ നിരാശയിലായി. ജീവനോടെ അവരുടെ പ്രിയപ്പെട്ടവരെ കാണാനുള്ള പ്രതീക്ഷയോടുകൂടി പിടിച്ചുനിന്നു. ഇവരാണ് കഴിഞ്ഞ 9 ദിവസങ്ങളായി ഈ ദുരൂഹ സ്വപ്നത്തിൽ കുടുങ്ങിയവരാണ്. മുൻപ് പ്രവേശിപ്പിച്ച ചെറിയ പൈപ്പ് ഇപ്പോൾ എൻഡോസ്കോപിക് ക്യാമറ സ്ലൈഡ് ചെയ്യാൻ ഉപയോഗിച്ചു. 9 നീണ്ട ദിവസങ്ങൾക്ക് ശേഷം രക്ഷാപ്രവർത്തകർ അവസാനിച്ച് 41 തൊഴിലാളികളെ കണ്ടു. ഇപ്പോൾ ഉണക്കഫലങ്ങളും ചില ഭക്ഷണവും ഉൾപ്പെടെ ബോട്ടിലുകളിൽ ചൂടുള്ള ഭക്ഷണം പൈപ്പ് വഴി അയക്കപ്പെട്ടു. തൊഴിലാളികൾക്ക് ഉള്ളിൽ ഭക്ഷണവും പാനീയവും കിട്ടിയിരുന്നു. പക്ഷേ ഒരു ചിന്ത അവരെ തുടർന്നും വിറച്ചിരുന്നു. അവർ സജീവമായി പുറത്തേക്കെത്തുമോ? നവംബർ 22-ന് ഖനനം വീണ്ടും ആരംഭിച്ചു. എന്നാൽ 44 മീറ്റർ എത്തുന്നതിനു ശേഷം ആരും പ്രതീക്ഷിച്ചില്ലാത്ത ഒരു സംഭവം നടന്നു. തുരങ്ക നിർമ്മാണത്തിൽ ഉപയോഗിച്ച റീബാർ തുഴയൽ പൈപ്പിന്റെ പാതയിൽ എത്തി വഴിയെ തടഞ്ഞു. 44 മീറ്റർ ആഴത്തിൽ ആ റീബാറുകൾ കത്തിക്കാൻ പ്രത്യേക കട്ടർ ആവശ്യമായിരുന്നു. പക്ഷേ അതിനിടയിൽ ലഭ്യമല്ല. അതിനാൽ വീണ്ടും ഖനനം നിർത്തേണ്ടി വന്നു. ഈ വരെ എല്ലാ തുഴയൽ പ്രവർത്തനങ്ങളും കാറ്റ്ലയിൽ ചെയ്തു. അപ്പോഴാണ് ആരോ ഒരു പുതിയ പദ്ധതി നിർദ്ദേശിച്ചത്. അവർ മലമുകളിൽ നിന്ന് നേരെ താഴേക്ക് തുറന്നാൽ അവർ ഇടിച്ചൽ സംഭവിക്കാത്ത സ്ഥലത്തെ ലക്ഷ്യം വെക്കാനാകുമെങ്കിൽ പൈപ്പ് കൂടുതൽ തടസ്സങ്ങൾ നേരിടാതെ പോകാം. തിരശ്ചീന ഡ്രില്ലിംഗിനായി അവർക്ക് ഏകദേശം 60 മീറ്റർ അവശിഷ്ടങ്ങൾ കടന്നുപോകേണ്ടി വന്നു. പക്ഷേ അവർ മലമുകളിൽ നിന്ന് റിഡ്ജ് ടോപ്പ് എന്ന് വിളിക്കുന്ന സ്ഥലത്തുനിന്നോ സമീപത്തുനിന്നോ തുറന്നാൽ തുരങ്കം 100 കണക്കിന് മീറ്റർ ആഴമുള്ളതായിരിക്കും. പെട്ടുപോയ തൊഴിലാളികളിലെത്താൻ അവർക്ക് അത്ര ആഴത്തിൽ തുറക്കേണ്ടി വരും. അതിനാൽ ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. നവംബർ 29-ന് ഈ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ ഏറെ പരിചയസമ്പന്നരായ അന്താരാഷ്ട്ര വിദഗ്ധരുടെ ഒരു സംഘം എത്തിയിരുന്നു. പക്ഷേ അവർ സ്ഥലം വിലയിരുത്തിയ ഉടൻ
ലംബ തുറപ്പിന് അവർ നിരാകരിച്ചു. കാരണം ലംബ തുറപ്പിന് 1 മാസം വരെ സമയമെടുക്കാം. അപ്പോഴേക്കും കുടുങ്ങിയ തൊഴിലാളികൾക്ക് ഇതിനകം 15 ദിവസം ആയി. ഇപ്പോഴത്തെ വെല്ലുവിളിയായിരുന്നു റീബാറിൽ ഡ്രിൽ കട്ടർ ഉപയോഗിക്കുന്നത് മീൽ വികലങ്ങൾ സൃഷ്ടിക്കാമെന്ന്, മറ്റൊരു തകർച്ചയുടെ അപകടം ഉയർത്തും. അതിനാൽ അതിനെ കൈകാര്യം ചെയ്യാൻ മറ്റൊരു മാർഗം കണ്ടെത്തുക അത്യന്തം ആവശ്യകമായിരുന്നു. അതേസമയം അന്താരാഷ്ട്ര വിദഗ്ധർ പുതിയ സമീപനം നിർദ്ദേശിച്ചു. റീബാറിനെ ഡ്രിൽ ഉപയോഗിച്ച് മുറിക്കുന്നതിനു പകരം അവർ അത് ഗ്യാസ് വെൽഡിംഗ് ഉപയോഗിച്ച് ഉരുക്കിയിരിക്കും. ശേഷം രക്ഷാപ്രവൃത്തി സംഘം ആദ്യ ഹൊറിസോണ്ടൽ തുളച്ചൽ പദ്ധതി വീണ്ടും ആരംഭിച്ചു. ഈ തവണ വഴിയിലുണ്ടായിരുന്ന റീബാറുകൾ ഗ്യാസ് വെൽഡിംഗ് ഉപയോഗിച്ച് നീക്കം ചെയ്യപ്പെട്ടു. അപ്പോൾ 44 മീറ്റർ പൈപ്പ് ഇതിനകം തുളച്ചിരിക്കുന്നു. ശേഷിച്ച ഭാഗം തുളയ്ക്കാൻ വെറും 2 ദിവസം മാത്രം എടുത്തു. അവസാനം നവംബർ 29-ന് 17 നീണ്ട ദിവസങ്ങൾക്കു ശേഷം കുടുങ്ങിയ തൊഴിലാളികൾ മിലൂടെ തുളയ്ക്കുന്ന ശബ്ദം കേട്ടു. ശീഘ്രം മേൽ നിന്ന് 2 അടി ആ പൈപ്പ് പുറത്തുവരുന്നത് ജനസമൂഹത്തിൽ സന്തോഷത്തിന്റെ തരംഗങ്ങൾ സൃഷ്ടിച്ചു. ഓരോരുവന്റെയും തൊഴിലാളികളെ ആ സങ്കീർണമായ പൈപ്പിലൂടെ സൂക്ഷ്മമായി പുറത്തെടുത്തു. ഇത് ഒരു ചരിത്രപരമായ നിമിഷമായി കുടുംബങ്ങൾക്കല്ല, ലോകമാകെയുള്ള കാണുന്ന ആളുകൾക്കുമാണ്. ഭാരതീയ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി നേരിട്ട് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അവരുടെ ധൈര്യം പ്രശംസിച്ചു. തീർച്ചയായും കുടുങ്ങിയ തൊഴിലാളികൾക്ക് ഏകദേശം 2 കിലോമീറ്റർ നീളമുള്ള തുരങ്കസ്ഥലം ഉണ്ടായിരുന്നു. അവർക്കൊരു ഭക്ഷണവും ഉണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റി സപ്ലൈ പോലും ഉണ്ടായിരുന്നു. എന്നാൽ 41 പേർ അവിടെ 17 ദിവസമായി കുടുങ്ങിയിരിക്കുന്നതായി ചിന്തിക്കുക. ഏതു സമയത്തും മറ്റൊരു ഭൂസ്ഥലം വീണ്ടും എല്ലാം മറയിച്ചേക്കും. അവർക്കേ ഓരോ കടന്നുപോകുന്ന നിമിഷത്തിന്റെ വേദനയും സമ്മർദ്ദവും യാഥാർത്ഥ്യമായി വിവരണ ചെയ്യാൻ കഴിയും. അവർ സഹിച്ചതു അത്യാവശ്യ ധൈര്യത്തിന് കുറവല്ലാത്തതായിരുന്നു. നിങ്ങൾ ഇന്ന് വണ്ടർ ഫാക്ട്സ് വീഡിയോ ആസ്വദിച്ചുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് എന്നത് കമന്റുകളിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ അത്ഭുതകരമായ ഉള്ളടക്കത്തിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നതിന് നന്ദി.